പറഞ്ഞത് ആദ്യം നിങ്ങൾ ദൈവരാജ്യവും ആ ദൈവരാജ്യത്തിൻ്റെ നീതിയും അന്വേഷിക്കും. അപ്പോൾ ലോകം മുഴുവനും നിങ്ങൾക്ക് നേടാൻ പറ്റും. ആ അർത്ഥത്തിലാണ് ആ വചനത്തെ മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്, സ്നാപയോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വരുന്നവനാണ്, എന്നാൽ നിങ്ങൾ ദൈവരാജ്യത്തിലെ ദൈവനീതി അനുഭവിക്കുന്ന നിങ്ങൾ അവനേക്കാൾ വലിയവനാണ്. എന്തോ ഒരു വലിയ കാര്യമാണ്. അപ്പം ഇത് വലിയൊരു നിമിത്തമാണ്. ഇത് വലിയ ഒരു എനിക്കറിഞ്ഞൂടെ എങ്ങനെ നന്ദി പറയണമെന്ന് അച്ഛനും. കാരണം ഞാനിതിൻ്റെ പിന്നിലുണ്ടായ ഒരു സംഭവം കൂടി പറയാം. ഒരു ദിവസം ശക്തമായിട്ട് എനിക്ക് പ്രേരണയുണ്ടായി, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ അന്ന് ഞാനങ്ങ് കുറേ സമയം അങ്ങ് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണം. എനിക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ കണ്ടത് ഒരു വലിയ റോക്കറ്റിനങ്ങ് തീ കൊടുത്ത്, റോക്കറ്റ് അങ്ങനെ പോവുകയാണ്. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കും, ഈ റോക്കറ്റ് തന്നെ കാണുന്നത്. അപ്പോൾ പിന്നെയും പരിശുദ്ധാത്മാവ് എന്താ, അല്ല ഇനി നീ പ്രാർത്ഥിക്കണ്ട, റോക്കറ്റ് പോയിക്കോളും, റോക്കറ്റ് പോയിക്കോളും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായിരുന്നത്, ഈ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചാൽ, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അത് റോക്കറ്റ് തീ കൊടുത്ത മാതിരിയാണ്, അതങ്ങ് പോയിക്കോളും, അത് കത്തിച്ച് വിട്ടോളും. പിറ്റേ ദിവസവും റോക്കറ്റ് ഇങ്ങനെ കത്തണ കാണുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ്, നീ വിഷമിക്കണ്ട, അത് കത്തിക്കൊണ്ടിരിക്കാൻ. അതിൻ്റെ പിറ്റേ ദിവസം ഇത് ഭ്രമണപഥത്തിലേക്ക് അതിൻ്റെ സാറ്റലൈറ്റിനെ നിക്ഷേപിച്ചു. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിവേ, അന്ന് ഞാൻ പ്രാർത്ഥിച്ച അന്ന് കൂനമ്മാവ് കൺവെൻഷൻ്റെ അവസാന ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ജോർജ് ചേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ അച്ഛനുണ്ടെങ്കിൽ ഒന്ന് കാണണം. അപ്പോൾ അച്ഛനെ വിളിച്ചു ചോദിച്ചു, ഇന്ന് അവസാന ദിവസമാണ്, കാണാൻ ഒട്ടും സൗകര്യം ഉണ്ടാവില്ല. കാരണം ധ്യാനത്തിൻ്റെ കൺവെൻഷൻ്റെ അവസാന ദിവസം പ്രാക്ടിക്കലി അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ അവിടെ വന്നിരുന്ന് കൺവെൻഷനിൽ പങ്കുവരാമല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കൂനമ്മാവുകാർ പറയാണ്, ഈ കൺവെൻഷൻ 19 വർഷം മുമ്പ് ആരംഭിച്ചത് ഈ തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനം കൂടി വന്നിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ആ ആളിവിടെ വന്നേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തേക്കണം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നെ അച്ഛനെ എന്നെ കാണാതിരിക്കാൻ പറ്റാണ്ടായി എന്ന് പറഞ്ഞാൽ അച്ഛന് മനസ്സിലായി ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഉടനെ എന്നെ വിളിച്ചു, സാക്രിസ്റ്റിൽ കൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ച്, ദൈവമേ. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് അങ്ങനെ കാണുന്നതാണ്. നമ്മൾ കാണാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു സർക്കിളിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അതിലേ പോണു, ഞാൻ അതിലേ പോണു. അച്ഛൻ അമേരിക്കയിൽ വരുമ്പോൾ ഞാൻ UK-യിലായിരിക്കും, അച്ഛൻ UK-യിൽ വരുമ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ UK-യിൽ സെയ്യോർ മിനിസ്ട്രിയിൽ സോജി അച്ഛൻ അവിടെ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ സെക്കൻഡ് സാറ്റർഡേയിൽ ഞാനത് നടത്തിയത്. അങ്ങനെ എനിവേ, അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചു. അതാണ് ഇതിൻ്റെ ഒരു വലിയ കാര്യം. അന്ന് മുതൽ ധ്യാനങ്ങളെല്ലാം ഞാൻ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന പരിപാടി. ഇപ്പം ഇവിടെ മുഴുവനും നമ്മൾ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണം. അത് വലിയൊരു മേഖലയാണത്. അങ്ങനെ നിങ്ങളൊന്ന് എടുത്തു നോക്കാം. അപ്പം അതൊരു പോയിന്റ്, പുതിയ പോയിൻ്റാണ്. ഈശോ പ്രാർത്ഥിക്കണം, ഇത് മാതാവും വിശുദ്ധന്മാരും പ്രാർത്ഥിക്കണം. ഈ രണ്ട് കാര്യം നിങ്ങൾ കുറേയും കൂടി വിപുലീകരിച്ചാൽ, പേഴ്സണൽ പ്രെയർ, മറ്റൊന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥന, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എന്നിട്ട് ഇത് വീണ്ടും കേൾക്കുക, പഠിക്കുക. ഈ ഒരുപാട് കാര്യം ഇതിനകത്ത് ഇനി നമുക്ക് മനസ്സിലാവും. ഇനി ഇത് ശരിക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞ് ഇനി ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിലെ എല്ലാ വചനത്തിനും വേറെ അർത്ഥമാണ്. ഞാൻ പറഞ്ഞു, ഈ ഫരിസേയ സ്വഭാവം അല്ലെങ്കിൽ ആ ഫരിസി നേച്ചർ നമ്മളെല്ലാവരിലും ഉള്ളത്, നമ്മളാരെയും കുറ്റം പറയല്ല, അത് നമ്മളിൽ ബൈ ബ്ലഡ് ഉണ്ട്. അത് ആദം മുതലുള്ളതാണത്. ആദത്തിനോട് കർത്താവെന്ന് ചോദിച്ചു, എടാ മോനെ, നീ എന്തിനാടാ ഞാൻ തിന്നണ്ടെന്ന് പറഞ്ഞത് തിന്നത്? അതെ, അത് ഞാനൊന്നുമല്ല, ആ പെണ്ണും പുള്ളിയാണ് ഇതൊക്കെ ചെയ്തത്. കണ്ടോ, ഇതല്ലേ ആദം പറഞ്ഞത്. ആദം അവൻ്റെ കുറ്റമെന്ന് പറഞ്ഞു. നീ അങ്ങ് തന്ന ഈ പെണ്ണാണ് ഇതിനൊക്കെ കാരണം. അന്ന് മുതൽ തുടങ്ങിയേക്കണതാണ് ഈ ഫരിസി നേച്ചർ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. അങ്ങനെ ഉള്ള ഈ ഫാരിസി നേച്ചറിനെ കണ്ടുപിടിച്ചാൽ, അതിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിച്ചാൽ എന്നാൽ കരുണ ഭയങ്കരമായിട്ട് ഒഴുകും, പരിശുദ്ധാത്മാവ്. ഞാൻ നിർത്തുന്നു. അപ്പോൾ
എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ പറഞ്ഞ മാതിരി ഒരു കുടുംബം പോലെ ഇവിടെ ഇത്രയും ദിവസം ജീവിച്ചു. എനിക്ക് ഒട്ടും ക്ഷീണം കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ഐ ഡോണ്ട് ഫീൽ ഇറ്റ്. എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. അതിന് കാരണം അഭിഷേകാഗ്നിയുടെ ഇവിടുത്തെ ഒരു പ്രത്യേക അഭിഷേകമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും അച്ഛനവിടെ ദൂരെ നിന്നുകൊണ്ട് അച്ഛനിങ്ങനെ ചാടി എനിക്ക് ശക്തി തരണമായിരിക്കണം. അച്ഛനവിടെ തന്നെ നിൽക്കണം, ഞാൻ നിൽക്കണതുകൊണ്ട് എനിക്ക് ശക്തി കിട്ടണം. അതുകൂടാണ്ട് ഇവിടെ നിങ്ങളുടെ ഒരുപാട് കൂടാരങ്ങളിൽ പ്രാർത്ഥനയുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ടീമിൻ്റെ 24 hours prayer. അതുകൂടാണ്ട് നിങ്ങളെല്ലാവരോടും ഭയങ്കര ഒരു സഹോദര്യ കുടുംബ സ്നേഹം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഓർഗനൈസിങ് ഒക്കെ ചെയ്ത റെജി, താങ്ക് യു വെരി മച്ച്. അതുപോലെ ഇത്രയും നല്ല ഹോസ്പിറ്റാലിറ്റി അവിടെ ജോസഫ് അവിടെ പോയി എനിക്ക് ഭക്ഷണവും ഞങ്ങളുടെ ടീമിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര വാത്സല്യത്തോട് ഞാനിങ്ങോട്ട് പോരുന്ന നേരത്ത് ജോർജ് ഏട്ടനോട് പറഞ്ഞ് ഇത്തിരി ചക്ക കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ്. ഇവിടെ വന്നപ്പോൾ ചക്ക എന്ത് വേണോ അതെല്ലാം വളരെ മനോഹരമാക്കി ഓർഗനൈസ് ചെയ്തു തന്നു. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഹൃദയം തുറന്ന് ഹൃദയം നിറഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത്. ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്. അച്ഛന് പ്രത്യേകം നന്ദി. ഓക്കെ. ഒരു ചെറിയ അനൗൺസ്മെൻറ്റ്. ഇപ്പം ക്യാമറ ഓഫ് ചെയ്യും. പിന്നെ അച്ഛൻ നിങ്ങളോട് പ്രൈവറ്റായിട്ട് ചില കാര്യങ്ങൾ പറയും. ഞങ്ങൾ ഇവിടുന്ന് പോകും. അത് കഴിഞ്ഞിട്ട് വേണം ഈ വീഡിയോയും ഓഡിയോ എല്ലാം പ്രോസസ്സ് ചെയ്യാൻ. ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും ആദ്യത്തെ CD ഇതൊക്കെ പ്രൊഡ്യൂസ് ആകാനായിട്ട്. 1.5 മണിക്കൂർ കഴിയുമ്പോഴേ ഇങ്ങോട്ട് വരാവൂ CD ചോദിച്ചിട്ട്, കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ അതെല്ലാം ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്.